ഭാഗ്യം വാതിൽക്കൽ വന്ന് മുട്ടിയിട്ടും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അത് കൈവിട്ടു പോയ സജിമോന്റെ കഥ കേരളക്കരയെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയാണ്. 20 കോടി രൂപയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനം അടിച്ച ടിക്കറ്റ് അബദ്ധവശാൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊറിയർ വഴി പോയ ഈ സംഭവം കേവലം ഒരു വ്യക്തിപരമായ നഷ്ടമല്ല, മറിച്ച് സങ്കീർണമായൊരു നിയമയുദ്ധത്തിന്റെ തുടക്കം കൂടിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സജിമോൻ എടുത്ത XC138455 എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് ഈ വിവാദത്തിലെ കേന്ദ്രബിന്ദു. ശബരിമല തീർത്ഥാടകർ മറന്നുവെച്ച നെയ്പാത്രത്തിനുള്ളിൽ സുരക്ഷിതമെന്ന് കരുതി വെച്ച ടിക്കറ്റ് പാത്രം തിരികെ അയച്ചപ്പോൾ കൂടെ പോവുകയായിരുന്നു. ജനുവരി 24-ന് നറുക്കെടുപ്പ് കഴിഞ്ഞ് തന്റെ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് വിശാഖപട്ടണത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. കേരള ലോട്ടറി നിയമം അനുസരിച്ച് ടിക്കറ്റ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അതിന്റെ താൽക്കാലിക ഉടമ. എന്നാൽ ഇവിടെ സജിമോന് തുണയാകാൻ സാധ്യതയുള്ള ചില പ്രധാന നിയമവശങ്ങൾ ഇവയാണ്. ലോട്ടറി ടിക്കറ്റിന് പിന്നിൽ പേരും വിലാസവും എഴുതി ഒപ്പിടുക എന്നത് സജിമോന്റെ ശീലമായിരുന്നു. നിയമപരമായി ടിക്കറ്റിന് പിന്നിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് സമ്മാന തുകയിൽ ആദ്യ അവകാശം. മറ്റാരെങ്കിലും ഈ ടിക്കറ്റ് ഹാജരാക്കിയാലും ഒപ്പിൽ തിരുത്തലുകളോ കൃത്രിമമോ നടന്നോ എന്ന് പരിശോധിക്കാൻ ലോട്ടറി വകുപ്പിന് അധികാരമുണ്ട്. ടിക്കറ്റിൽ ഒപ്പ് മായ്ക്കാൻ ശ്രമിച്ചാൽ ഫോറൻസിക് പരിശോധനയിലൂടെ അത് കണ്ടെത്താനാകും. സജിമോൻ അവകാശപ്പെടുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒപ്പാണ് ടിക്കറ്റിൽ ഉള്ളതെങ്കിൽ മറ്റൊരാൾക്ക് ആ തുക നൽകുന്നത് തടയാൻ ലോട്ടറി ഡയറക്ടർക്ക് സാധിക്കും. കൊറിയർ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ, ടിക്കറ്റ് എടുത്ത കടയിലെ ദൃശ്യങ്ങൾ, സജിമോന്റെ മൊഴി എന്നിവ ഈ കേസിൽ നിർണായകമാണ്. പാക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് പാത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അത് സജിമോൻ അനുകൂലമായ വലിയൊരു തെളിവായി മാറും. സമ്മാനാർഹമായ ടിക്കറ്റ് ഇതിനോടകം ലോട്ടറി ഓഫീസിൽ ഹാജരാക്കപ്പെട്ടതായാണ് സൂചന. എന്നാൽ അത് ആരാണ് നൽകിയതെന്ന വിവരം വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുന്നു. സജിമോൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ തുക കൈമാറുന്നത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലോട്ടറി അടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇതിൽ നിന്ന് വ്യക്തമാണ്. ടിക്കറ്റ് ലഭിച്ചാൽ ഉടൻ പിന്നിൽ പേരും വിലാസവും രേഖപ്പെടുത്തുക. ടിക്കറ്റിന്റെ ഫോട്ടോയോ കോപ്പിയോ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിലും ലോട്ടറി വകുപ്പിലും രേഖാമൂലം പരാതി നൽകുക. 20 കോടി രൂപ എന്ന വലിയ തുകയായതിനാൽ തന്നെ ഈ കേസ് വരും ദിവസങ്ങളിൽ സുപ്രധാനമായ പല നിയമവ്യാഖ്യാനങ്ങൾക്കും വഴിതെളിക്കും. വിശാഖപട്ടണത്തുള്ളവർക്ക് ടിക്കറ്റ് ലഭിച്ചോ അതോ അത് വഴിയിൽ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സജിമോന്റെ ജീവിതം മാറ്റിമറിക്കും. ഭാഗ്യം തുണയ്ക്കുമോ അതോ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ഈ കോടികൾ സജിമോന് നഷ്ടപ്പെടുമോ എന്നത് കോടതി വിധികളെയും പോലീസ് അന്വേഷണത്തെയും ആശ്രയിച്ചിരിക്കും. സമ്മാനമടിച്ച ടിക്കറ്റ് ഇതിനോടകം തിരുവനന്തപുരത്തെ ലോട്ടറി കാര്യാലയത്തിൽ ഹാജരാക്കിയതായാണ് വിവരം. ഹാജരാക്കിയ ആൾ ആരാണെന്നും ടിക്കറ്റിന്റെ അവസ്ഥ എന്താണെന്നും ലോട്ടറി വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. തന്റെ ഭാഗം കേൾക്കാതെ ലോട്ടറി സമ്മാനം മറ്റൊരാൾക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് സജിമോൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ തുക കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ലോട്ടറി എടുത്ത കടയിലെ CCTV ദൃശ്യങ്ങളും സജിമോന്റെ മൊഴിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. സജിമോൻ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനാർഹമായ XC138455 എന്ന ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് ഞാൻ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്നും എടുക്കുകയും അത് എൻ്റെ ട്രാവലറിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ സ്വാമിമാർ മറന്നുവെച്ച അഭിഷേകം ചെയ്ത നെയ്യടങ്ങിയ പാത്രം അടങ്ങിയ കിറ്റിൽ വീട്ടിൽ വയ്ക്കുകയും ആ കിറ്റിൽ വെച്ച നെയ്യ് ഉൾപ്പെടെ കൊറിയർ ചെയ്തപ്പോൾ പിറവം കൊറിയർ സ്ഥാപനത്തിൽ കൊറിയർ ചെയ്തപ്പോൾ അവിടെ വെച്ച് നഷ്ടപ്പെടുകയും പ്രസ്തുത കാര്യത്തിന് പിറവം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിറവം മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകുകയും ഉണ്ടായി. ബഹുകോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ സ്ഥാപനത്തിലെ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിന് കേരള ഹൈക്കോടതിയിലും പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി. ഞാനെടുത്ത ടിക്കറ്റ് എനിക്ക് അർഹതപ്പെട്ടതാണെന്നും അതിൽ എൻ്റെ പേരും മേൽവിലാസവും ഒപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ഉറപ്പാണ്. കഴിഞ്ഞ ദിവസത്തെ കോട്ടയം എഡിഷനിലെ ദേശാഭിമാനി പത്രത്തിൽ ആരോ ഒരാൾ പ്രസ്തുത ടിക്കറ്റ് ലോട്ടറി വകുപ്പിൽ ഹാജരാക്കിയിട്ടുള്ളതായി ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. എന്നാൽ അത് വ്യാജമാണെന്നും യഥാർത്ഥ ടിക്കറ്റിൻ്റെ അവകാശം ഞാനാണെന്നും ഉള്ള കാര്യം ബഹുകോടതിയിലും അറിയിച്ചിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ വേണ്ടപ്പെട്ട നടപടികൾ ലോട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും യഥാർത്ഥ അവകാശിക്ക് ഈ സമ്മാനാർഹമായ പണം ലഭിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുന്നു. എൻ്റെ പേരും മേൽവിലാസവും ഒപ്പം രേഖപ്പെടുത്തിയ ടിക്കറ്റ് ഫോർജറി ചെയ്ത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.